അല്ലാ ഏത് പെണ്ണെന്നറിയോ റസൂലുള്ളാഹിന് 11 ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ ഒരു ഭാര്യയുടെ പേര് പറഞ്ഞ റസൂലുള്ളാഹി കരയുമായിരുന്നു. പെങ്ങള് ഏത് ഭാര്യയുടെ പേരെന്നറിയോ? മഹ്ദി ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറഞ്ഞു പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുമായിരുന്നു. കാരണം വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ, എന്തു പറഞ്ഞാലും ഖദീജ തന്റെ മറ്റുള്ള ഭാര്യമാരോട് പറയുമായിരുന്നു, എന്റെ ഖദീജയെ പോലെയാകണം. എന്റെ ഖദീജ എങ്ങനെയായിരുന്നു? എപ്പോഴും ഖദീജാനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ മഹ്ദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ചോദിച്ചു, നബിയേ ഈ കിളവിയോട് ഇത്ര സ്നേഹം എന്തേ നബിയേ? തന്റെ ഭാര്യ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ, പ്രവാചകനിരുന്ന് കരയുകയാ. അത്രയ്ക്കും സ്നേഹമായിരുന്നു ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? അതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനെ നാട് കടത്തുമ്പോ ഊരി വിലക്കുമ്പോ ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലിലേക്ക് തന്റെ കുടുംബത്തെയും മാട്ടിയിറക്കുമ്പോ ആരും സഹകരിക്കാനോ സഹായിക്കാനോ പാടില്ല എന്ന് ഖുറൈശികൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഖദീജ മക്കളെയും കൂട്ടി നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? ഖദീജ കോടീശ്വരിയായിരുന്നു. പട്ടിണി കിടന്നിട്ടില്ല, ദുരിതം അനുഭവിച്ചിട്ടില്ല. ദുഃഖവും ദുരിതവും എന്താണെന്നറിയില്ല. അതുകൊണ്ട് നീ കുറച്ചു നാള് നിന്റെ മക്കളെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഖദീജ എന്ന ഭാര്യ പറഞ്ഞതെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്നെ ഒഴിവാക്കല്ലേ നബിയേ, അങ്ങയുടെ ചാരത്ത് നിന്ന് പറഞ്ഞു വിടല്ലേ നബിയേ. മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ, പട്ടിണിയാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ. മരണസമയം വരെ, എന്റെ അവസാന നിമിഷം വരെ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവില് ചെന്നിട്ട് പച്ചില പറിച്ചതിന്റെ പെണ്ണാണ് ഖദീജ. കീഴിക്കടക്കാൻ കൂരയില്ലാതെ കിട്ടിയതിന്റെ അകത്ത് കിടന്ന് ജീവിച്ചവളാണ് ഖദീജ. മക്കളെ പോറ്റിയവളാണ് ഖദീജ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചവളാണ് ഖദീജ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നീ റോൾ മോഡലാക്കേണ്ടത് ഖദീജ ബീവിയോ? ആ ഖദീജ ബീവിയുടെ ചരിത്രം വായിച്ചു നോക്കണം പെങ്ങള്. കൊതി തോന്നും മോള്, കൊതി തോന്നും മോള്. അതുകൊണ്ട് പടന്നയിലുള്ള ഭാര്യ ഭർത്താക്കന്മാരോട് നിങ്ങൾ എങ്ങനെയാകണമെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാ പോവുകയോ? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ ഖദീജ ബീവി എവിടെ നബിയേ? ഖദീജ ബീവി എവിടെ നബിയേ? എന്തേ ജിബ്രീൽ എന്റെ ഖദീജാനെ തിരയുന്നത് എന്താണ് യാ റസൂലല്ലാഹ്? ഖദീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറയണം നബിയേ.
എന്താണ് സന്തോഷ വാർത്തയെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ഖദീജയ്ക്ക് സ്വർഗ്ഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയേ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വർഗ്ഗത്തിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? പടന്നയിലെ ഉമ്മമാരെ, ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം കിട്ടാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹ് 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ജീവിച്ചു. 25 വർഷം അള്ളാന്റെ റസൂല് വിവാഹം കഴിച്ചത് 25ാമത്തെ വയസ്സില്. തന്റെ ഭാര്യയുടെ വയസ്സ് 40 വയസ്സായിരുന്നു. 40 വയസ്സുള്ള ഖദീജ ബീവിയാണ് 25കാരനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിച്ചത്. അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചത് 25 കൊല്ലമാണ്. എന്തിനാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുത്തതെന്നറിയുമോ? അതും വെറും കൊട്ടാരമല്ല, സ്വർഗ്ഗത്തിന്റെ ഒരു ഭാഗത്ത് അല്ലാഹുവേ ഒരു മുത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു കൊടുത്തു. എന്തിനാ? പടന്നയിലെ പെങ്ങളെ, ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിനാ. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പ്രവാചകന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല മഹദി ഖദീജ. അതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, 25 കൊല്ലം രണ്ടുപേരും ജീവിച്ചു. 65 വയസ്സായി. 65 വയസ്സായി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചൊരുങ്ങിയിട്ട് പുതുവസ്ത്രം ധരിച്ചിട്ട് 65 വയസ്സുള്ള ഉമ്മ കാത്തിരിക്കുകയാ. ഭർത്താവിന്റെ മണിയറയിൽ നിന്ന് മാറിക്കിടക്കുന്ന പടന്നയിലെ ഉമ്മയ്ക്കത് മനസ്സിലാകൂല. 65 വയസ്സുള്ള പടുവൃത്തയായ അല്ലാഹുവേ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചുരങ്ങിയിട്ട് പുതുവസ്ത്രവും ധരിച്ചിട്ട് റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്. അതാ ലോകത്തിന്റെ നേതാവ് കടന്നു വന്നു, കഴിക്കാ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവസാനം പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. എന്തേ ഖദീജ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നത്? എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്തൊരു പ്രകാശമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച്, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ? അവസാനം എന്റെ പ്രിയപ്പെട്ട പടന്നയിലെ ഉമ്മ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട്, നബിയേ 25 കൊല്ലമായി ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കുന്നുണ്ട്. അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ 25 വർഷത്തിന്റെ ഇടയിൽ എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. എനിക്ക് പോകാ സമയമായി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പൊരുത്തം ചോദിക്കുമ്പോ റസൂലുള്ളാഹ് കരയുകയാ. കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ളാഹ് തേങ്ങി തേങ്ങി കരയുകയാണ്. ഖദീജ പോവുകയാണോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണോ? എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. പറയാനൊരു കുറ്റമില്ല, പറയാനൊരു ന്യൂനതയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയോ, 25 വർഷത്തിന്റെ ഇടയിലോ നിന്നെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും
പറയാനില്ല ഖദീജ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിക്കുകയാ. അവിടുന്ന് ചുടുചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകന്റെ ചെവിയിൽ ചോദിച്ചു, നബിയേ, എന്റെ ഭർത്താവാണല്ലോ, ഞാൻ പോവുകയാണ് നബിയേ. എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് ചോദിച്ചു, ഖദീജ, നിന്റെ ആഗ്രഹം എന്താണ് ഖദീജ? നിന്റെ ആഗ്രഹം എന്താണ് ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. ഒരു ഭാര്യയുടെ അഭിലാഷമോ, ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് വസിയത്ത് ചെയ്യുകയാ, ഞാൻ മരിച്ചാ നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. 2, യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ്. ആ മയ്യത്ത് പൊതിയുന്ന സമയത്ത് അങ്ങ് ധരിക്കുന്ന പുതപ്പുണ്ടല്ലോ, അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, എന്റെ കഫൻ തുണിക്കകത്ത് വെക്കണേ നബിയേ. 3ാമത്തെ അഭിലാഷം എന്തെന്നറിയോ? 6 അടി മണ്ണിന്റെ അകത്തേക്ക് എന്നെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടാണ്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ. പെങ്ങളെ, ലോകത്തോട് ഖദീജ യാത്ര പറഞ്ഞു. മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോ, അവിടുത്തെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോ. കഫൻ പുതിയ സമയമായപ്പോ എപ്പോഴും ധരിക്കുന്ന പുതപ്പെടുത്തിട്ട് ചുംബനം കൊടുത്തിട്ട് ഖദീജ ബീവിയെ കഫൻ പൊതിയുകയോ. അവസാനം നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിന്റെ അകത്ത് ജനാസ ഇറക്കി വെക്കുമ്പോ തന്റെ ഭാര്യയുടെ ജനാസ കൈകൊണ്ട് വാങ്ങി ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ അകത്തിരുന്നിട്ട് പ്രവാചകനെ കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, പടന്നയിലെ ഉമ്മമാരെ, നീ ഖദീജയെ പോലെ ആകണോ, നീ ഖദീജയെ പോലെ ആകണോ, നീ റഹ്മത്ത് ബീവിയെ പോലെ ആകണോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഓരോ രാത്രി കിടക്കുമ്പോഴും നിന്റെ ഭാര്യയോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ. കാരണം ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. അതുകൊണ്ട് പെങ്ങള്, കുടുംബജീവിതത്തിലെ സമാധാനം വേണോ, സന്തോഷം വേണോ, ആനന്ദമുള്ള ഒരു ജീവിതം വേണോ, പരസ്പരം മനസ്സിലാക്കി അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കു പെങ്ങള്. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാവരും എഴുന്നേക്ക്. 11 മണി കഴിഞ്ഞു. ബാ, ബിസ്മില്ലാ. ഇനി ഒരൊറ്റ 3 ആയത്ത് പഠിക്കാം, ദുആ ചെയ്ത് പിരിയാം. എഴുന്നേറ്റ് വാ, എല്ലാവരും മുന്നിലേക്ക് വരണം ഇൻഷാ അല്ലാഹ്. ഓടേണ്ടവർ ഓടിക്കോ, വരേണ്ടവർ വന്നു. ഇങ്ങോട്ട് വാ, ഒന്നീ മുന്നോട്ട് വന്ന് നിൽക്കുക, അല്ലെങ്കിൽ പൊക്കോൾ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് വാ, അൽഹംദുലില്ലാ. വാ, ഇങ്ങോട്ട് വാ, എനിക്ക് കാണാനാ. നാളെ പടന്നപ്പള്ളിയുടെ ഖബർസ്ഥാനിലായിരിക്കും, ചിലപ്പോൾ കാണാൻ പറ്റൂല. വാ ഇൻഷാ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് വാ ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ് വരി ഇൻഷാ അല്ലാഹ്. പുറത്ത് നിൽക്കുന്നവർ ഒന്നുകിൽ കയറി നിൽക്കുക, അല്ലെങ്കിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോകുക. രണ്ടാലൊന്നും. ഒന്നീ മതിലിൻ്റെ അകത്ത് കയറി സ്വർഗത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക. രണ്ടാലൊന്ന് ചെയ്യും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബാ ബാ ഇൻഷാ അല്ലാഹ്. ഇത്തിരി പ്രാണിയുണ്ട്, കുഴപ്പമില്ല കേട്ടോ. പ്രാണിയുണ്ട്, കബറിൻ്റെ അകത്ത് തന്നെ കാലുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇട്ടിങ്ങോട്ട് വാ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് കാണാനാ, മുഖം കാണാനാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഓരോ രാത്രി കിടക്കുമ്പോഴും നീ നിന്റെ ഭാര്യയോട് പൊരുത്തം ചോദിക്കണം.
പെങ്ങളെ, ഓരോ രാത്രി നീ നിന്റെ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കണേക്ക, നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാക്കണേ, എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ എന്ന് ചോദിച്ചിട്ടേ നീ കിടക്കാവൂ. കാരണം രാവിലെ എഴുന്നേക്കുമെന്ന് ഉറപ്പില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു, നബിയെ 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഖദീജ ബീബി. നീ ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങളൊന്ന് ചിന്തിക്ക്. ഭർത്താവിൻ്റെ മുന്നിൽ നീ എന്തൊക്കെ സംസാരിക്കണ പോയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പുറത്തുരുമാറാകട്ടെ, അള്ളാഹു പുറത്തുരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്തു. ഒരു പാവപ്പെട്ട കുടുംബത്തിന് സാധാരണ വഅദിന നടത്തുന്നത്, പക്ഷേ വഅദൊന്ന് പിന്തിക്കേണ്ടി വന്നപ്പോൾ ഉസ്താദെ 6 ലക്ഷം രൂപ കടം വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയാതെ ഈ ഹിദായത്തിൻ്റെ മക്കള് ഒരു പാവപ്പെട്ട കുടുംബത്തിന് മനോഹരമായി വിടും. അത് കണ്ടവരൊക്കെ പറഞ്ഞു മനോഹരം, അത് കണ്ടവരൊക്കെ പറഞ്ഞു എനിക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വർഗ്ഗം, നമ്മുടെ ഖബർ അള്ളാഹു മനോഹരമാക്കി തരുമാറാകട്ടെ. 6 ലക്ഷം രൂപ കടമുണ്ട്. ഇത് നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവരുടെ കയ്യിൽ നിന്നെങ്കിലും കൊടുത്തിട്ട് അത് വീടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു വീട് സമ്മാനിച്ചു. അൽഹംദുലില്ലാ, 6 ലക്ഷം രൂപ കടത്തിൽ നിൽക്കുമ്പോഴും ഹിദായത്തിൻ്റെ മക്കൾ നിങ്ങളുടെ മുന്നിലേക്ക് അവരുടെ ഉമ്മയ്ക്കോ അവരുടെ വാപ്പയ്ക്കോ അവരുടെ ഭാര്യമാർക്കോ കൂടപ്പുറപ്പുകൾക്കോ വേണ്ടിയല്ല, കഷ്ടപ്പെട്ട ഈ നാട്ടിലെ ഒരു പാവത്തിനൊരു കൂര വെച്ച് കൊടുത്തതിൻ്റെ കടം വീട്ടാൻ ഉസ്താദെ എന്തെങ്കിലും കിട്ടുമെങ്കിലും ഒന്ന് വാങ്ങിത്തരുക എന്നവർ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധിത പിരിവിനും അവർ നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു സദക്ക ചോദിക്കുകയാ. തരുന്നവർക്ക് തരാം, തരാതിരിക്കുന്നവർക്ക് തരാതിരിക്കാം. പെങ്ങളെ, നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണം നീ ഊരികെട്ടി പാവപ്പെട്ട പെണ്ണിന് വെച്ചു കൊടുത്ത വീടിന്റെ കടം വീട്ടി കൊടുത്ത അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. നിനക്ക് ഞാൻ അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ചരിത്രം കേട്ടിട്ട് നീ തീരുമാനിക്ക്, ഊരി കൊടുക്കണോ വേണ്ടേ? നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണ്ണമോതിരം ഊരി കൊടുത്ത ആ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി വെച്ചുകൊടുത്ത വീടിന്റെ കടം വീട്ടുമെങ്കിൽ അള്ളാഹു നിനക്ക് തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നീ മരിക്കുന്ന സമയം സ്വർഗം കണ്ടട്ടെ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അള്ളാഹുവേ, ഈ പാവപ്പെട്ട സഹോദരിക്ക് വെച്ചുകൊടുത്തത് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ട് 6 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനുണ്ട്. ഉസ്താദെ, ഞങ്ങളുമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഇൻഷാ അല്ലാഹ് ഇത്തിരി താമസിച്ചാണെങ്കിലും ഞങ്ങളൊരു സദക്ക തരാമെന്ന് നിയ്യത്ത് ചെയ്യുന്ന നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം, നിങ്ങളും മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലം കണ്ടട്ടെ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടന്നയിലെ പെങ്ങന്മാരെ, പ്രായമുള്ള ഉമ്മമാരുടെ ശരീരത്ത് വരെ ഒരുപാട് സ്വർണമുണ്ട്. സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ല. ശൈത്താനെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, കൊടുക്കല്ലേ കൊടുക്കല്ലേ, എങ്കിൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു കൊടുത്ത ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന സമയം നിനക്ക് സ്വർഗം കണ്ടിട്ട് മരണവേദന അറിയാതെ മരിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരണത്തിന് വല്ലാത്ത വേദനയല്ലേ വാപ്പാ, മരണത്തിന് വല്ലാത്ത വേദനയല്ലേ പെങ്ങള്. വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹു തന്നെയാ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്താകുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ദീർഘവും സദഖ കൊടുത്ത പ്രവാചകരാ. പടയെങ്കിൽ പോലും പടയമായിരുന്നു. 1 രൂപ പോലും തന്റെ കയ്യിലില്ലായിരുന്നു. വള്ളതും സദഖ കൊടുത്തിട്ട്, വള്ളതും സദഖ കൊടുത്ത പ്രവാചകന് മരണസമയത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അസ്റായിലേ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ. പെങ്ങളെ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് നിനക്ക് മരിക്കാൻ പറ്റുമോ? മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ചു മരിക്കാൻ പറ്റുമോ? ഇല്ല പൊന്നുമോളെ. കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി കാണുന്നവർ മുഴുവനും പേടിക്കുന്ന രീതിയിൽ കറുത്തിരുണ്ട് നിന്റെ മുഖമങ്ങ് മാറുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? പെങ്ങളെ,
റസൂലുള്ള പറയുകയാ, മരിക്കുന്ന സമയത്ത് നീ കൊടുക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് കാണിച്ചു തരും. ആ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ, ആ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ. ഹിദായത്തിന്റെ മക്കളെ, നിങ്ങളെ നാട്ടുകാര് കളിയാക്കട്ടെ, എന്ത് അപവാദം പറയട്ടെ, തകരല്ലേടാ ചെറുപ്പക്കാരാ, തകരല്ലേടാ ചെറുപ്പക്കാരാ. ഈ ദാദാ പടന്നകിട പള്ളികട മിനാരത്തിൽ ഒരു ദിവസം നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയും. പടന്നക്കാര് മുഴുവനും നിന്നെ കാണാൻ വരും. വെള്ളത്തുണിക്കകത്ത് കുളിപ്പിച്ച് വീടിന്റെ അകത്ത് പുതച്ച് കിടത്തിയിരിക്കുന്ന നിന്റെ മയ്യത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, പടച്ച റബ്ബേ, എല്ലാരും പോകുന്നുണ്ടല്ലോ, എല്ലാരും പോകുന്നുണ്ടല്ലോ, ഞാൻ പോയില്ലെങ്കിൽ നാട്ടുകാർ എന്തെങ്കിലും കരുതുമല്ലോ എന്ന് കരുതിയിട്ട് നിന്റെ പച്ചയിറച്ചി തിന്നവനും കാണാൻ വരുമടാ ചെറുപ്പക്കാരാ. വെള്ള തുണിയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോ വരി വരിയായി നിന്നിട്ട് നിന്റെ വീടിന്റെ അകത്ത് കടന്നു വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ നിന്റെ മുഖത്തെ പ്രകാശം കണ്ടിട്ട്, നിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടിട്ട് അവൻ പോലും നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞ നാവ് കൊണ്ട് അവൻ പോലും ദുആ ചെയ്യും, അല്ലാഹ് എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാഹ്. എന്തൊരു ചിരിയാ തമ്പുരാനെ, എന്തൊരു പ്രകാശമാ തമ്പുരാനെ. മോനെ, മരിച്ചു കിടക്കുമ്പോ ചിരിക്കാൻ കഴിയുമടാ പൊന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പതറല്ലേ, തോറ്റു കൊടുക്കല്ലേ, പരാജയപ്പെട്ടു കൊടുക്കല്ലേ. പൊന്നു മോനെ, എന്ത് സംഭവിച്ചാലും അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ട്. റബ്ബ് കൈവിടൂല നിങ്ങള്. 12 വർഷക്കാലം നിങ്ങൾക്ക് ഇങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് നിങ്ങളുടെ കൂടെ പടച്ച റബ്ബുള്ളത് കൊണ്ടാ. എത്രയോ പാവപ്പെട്ടവരുടെ ദുആ ഉള്ളത് കൊണ്ടാ, എത്രയോ കുടുംബത്തിന്റെ പ്രാർത്ഥനയുള്ളത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് കിടക്കാ. രണ്ടാമത്തെ പ്രതിഫലം കേട്ടോ, എന്തിനാടി കയ്യിൽ കിടക്കുന്ന സ്വർണ്ണമൂരികെട്ട് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കാ. നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ, എഴുന്നേക്കുമ്മ ഇരുന്ന് കേക്കല്ല്. ഈ ചരിത്രം നീ എഴുന്നേറ്റ് നിന്ന് കേൾക്കേണ്ട ചരിത്രമോ, നിന്നെ പോലെ ജീവിച്ച ഒരു പെണ്ണിന്റെ ചരിത്രമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. ഖദീജ ബീബിയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. 3 കെട്ടുകളും അടിച്ചു മാറ്റി. റബ്ബേ, പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് ഖദീജ ബീബിയുടെ കഫം തുണിയുടെ മുകളിലേക്ക് വീഴുന്നുണ്ട്. 25 കൊല്ലം താങ്ങും തണലുമായി നിന്നവളാണല്ലോ ഖദീജ. പെങ്ങളെ, ചെറുപ്പക്കാരാ, മയ്യത്തിന്റെ കബളിന്റെ താഴെ ഒരു പിടി മണ്ണ് വാരിയിട്ട് നമ്മൾ വെക്കുമല്ലോ. പാപ്പാന്റെ കബളിന്റെ താഴെ വെച്ചില്ലേ, ഉമ്മയുടെ കബളിന്റെ താഴെ വെച്ചില്ലേ, കൂടപ്പറപ്പിന്റെ കബളിന്റെ താഴെ വെച്ചില്ലേ. ഏത് മയ്യത്ത് കൊണ്ട് കബറിന്റെ അകത്ത് വെച്ചാൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് കബളിന്റെ താഴെ വെക്കുമല്ലോ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കബളിന്റെ താഴെ ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് തലയങ്ങ് തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കബളില് മണ്ണ് തൊടുന്നില്ല. ഖദീജ ബീവിയുടെ കബളിലെ മണ്ണ് തൊടുന്നില്ല. പ്രവാചകൻ രണ്ടാമതും വെച്ച് തൊടുന്നില്ല, മൂന്നാമതും വെച്ച് തൊടുന്നില്ല. കാരണം എന്തെന്നറിയാതെ പ്രവാചകൻ അത്ഭുതത്തോടെ നിൽക്കുമ്പോ അതാ വരുന്ന മുക്കല്ലബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങുകയാണ്. യാ റസൂലല്ലാഹ്, മണ്ണ് തൊടൂല നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ.
കാരണം എന്തേ ജിബ്രീല്? എന്റെ ഭാര്യ മണ്ണ് തൊടാത്തതിന്റെ കാര്യം എന്താ യാ റസൂലല്ലാഹ്? ഒരുപാട് പണമുള്ളവളായിരുന്നു ഖദീജ, കോടീശ്വരന്റെ മകളായിരുന്നു ഖദീജ, എല്ലാ പാപങ്ങൾക്ക് കൊടുത്തവളാ, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തവളാ. ഖദീജ സദക്ക ചെയ്യുന്നവളായിരുന്നു, ഖദീജ ബീവി സദക്ക കൊടുക്കുന്നവളായിരുന്നു. അതുകൊണ്ട് മണ്ണ് തിന്നൂല നബിയേ. ചരിത്രം പറഞ്ഞു തരുമ്പോ പടന്നയിലെ ഉമ്മമാര്, പടന്നയിലെ പെങ്ങന്മാര്, പടന്ന പള്ളിയുടെ കബർസാരിൽ നിന്നെ കൊണ്ട് കബറടക്കുമ്പോ മണ്ണ് തിന്നാതെ പുഴുത്ത് അളിയാതെ കബറിന്റെ അകത്ത് കിടക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലാ, ഖദീജ ബീബി കിടന്നതുപോലെ കബറിന്റെ അകത്ത് കിടക്കടോ? മനസ്സറിഞ്ഞു കൊണ്ടൊരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയാ, അവര് കിടക്കുന്ന വീടിന്റെ കടമൊന്ന് വീട്ടുന്നതിന് വേണ്ടിയോ അല്ലാ, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല തമ്പുരാര്. തരുമോ എന്നെനിക്കറിയില്ല റഹ്മാനെ, തരുമോ എന്നെനിക്കറിയില്ല റഹ്മാന്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദക്ക കൊടുക്കുന്നു, മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ലോകത്തിന്റെ നേതാവിനെ ഒന്ന് സ്വപ്നം കാണാ ഭാഗ്യം കൊടുക്കണേ അല്ലാ, ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ലോകത്തിന്റെ നേതാവിനെ കാണണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, മരിക്കുന്ന സമയം കിടന്ന കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മൃഗങ്ങൾ ചാകുന്നത് പോലെ വിളിച്ചു വിളിച്ചു മരിക്കാൻ എനിക്ക് വയ്യ ഉസ്താദേ, എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കണം ഉസ്താദേ, എനിക്ക് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കിടന്നതുപോലെ മണ്ണ് തിന്നാതെ ഖബറിന്റെ അകത്ത് കിടക്കണം. അൽഹംദുലില്ലാഹ്. എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. പറ 3 സ്വലാത്ത്. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ എഴുന്നേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 ഭർത്താക്കന്മാർ ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു. 1 ബക്കറ്റ് എടുക്കാൻ സമയമായോ? ബക്കറ്റ് എടുക്കൽ. അൽഹംദുലില്ലാഹ്. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിൽ കടന്നു വരേണ്ടത് പ്രവാചകന്റെ ഒരു ഹദീസ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. ആ ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. എന്താ പ്രവാചകൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലും കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലാ. വിപത്തുകളെ സദക്ക തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ബക്കറ്റുമായ സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് ഓടാ, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാ, തലതാഴ്ത്തി നിൽക്കുന്നവർക്ക് തലതാഴ്ത്തി നിൽക്കാ. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്താ, വാപ്പാ ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗത്തിനെ കുറിച്ച് നിനക്കറിയുമല്ലോ. അല്ലാഹുവേ, ഇന്നിവിടേക്ക് വാഴ്ന്നിന് വരുമ്പോഴും കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന പടച്ചവനെ ഒരു പിതാവിനെ കണ്ടിട്ടാണ് കിടന്നു വരുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗമുണ്ടല്ലോ. അല്ലാഹുവേ, തന്റെ ശരീരം മുഴുവനും അല്ലാഹുവേ പടർന്ന് പന്തലിച്ചിരിക്കുകയാ. പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, ഒരേ ഒരു കിടപ്പാട് ഒന്ന് വളയുക പോലും ചെയ്യുന്നില്ല. പടച്ചവനെ 2
രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി. ആ സമയത്തും എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ പിടിച്ചു ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ മനുഷ്യരാ, അല്ലാഹുവേ പച്ചവെള്ളം പോലും ഇറക്കാൻ കഴിയാതെ എപ്പോഴാണെന്നറിയില്ല മരണം ഇങ്ങനെ പടച്ചവനെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ മക്കളും തന്റെ പിതാവിന്റെ അവസ്ഥ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് വന്നതാ. മോനെ അറിഞ്ഞില്ലടാ പൊന്നുമോര്, പടച്ചവനെ നിനക്കറിയുമോ അങ്ങനെ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ? സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങള്, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗികളെ കാണുന്നവരാ. പടച്ചവനെ കിഡ്നി തകരുന്ന രോഗം ഇന്ന് വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാ. പടച്ചവനെ ഡയാലിസിസ് ചെയ്യുന്ന എത്രയോ രോഗികളെ കാണുന്നവരാ. എന്തേ പെങ്ങളെ ചിന്തിക്കാത്തത്, എന്തേ പെങ്ങളെ ചിന്തിക്കാത്തത്? ഇന്ന് നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കാ നിന്റെ കയ്യിലില്ലല്ലോ. അവസാനം കിഡ്നി തകർന്നിട്ട് വീടിന്റെ അകത്ത് കിടക്കുമ്പോ 30-40 ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്ക് ആരെങ്കിലും കിഡ്നി തരുമോ എന്ന് തെണ്ടുന്നവരെ കാണുന്നവരാ. നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കൂല. അവസാനം തകർന്നു കിടക്കുമ്പോ 25 ലക്ഷം തരാ, 30 ലക്ഷം തരാ, ആരെങ്കിലും എനിക്ക് ഒരു കിഡ്നി തരുമോ എന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ. അല്ലാഹു അങ്ങനെ ഒരു ഗതി നിനക്ക് തരൂല. 25-30 കൊടുക്കണ്ട, നിന്റെ കയ്യിലുള്ളതിൽ പടച്ച റബ്ബ് തന്നതിൽ നിന്ന് ഒരൽപ്പം കൊടുത്താ അസ്സദഖത്തു റദ്ദുൽ ബലാ. അങ്ങനെ ഒരു ഗതി അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കരുണക്കടലായ അല്ലാഹ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാ തമ്പുരാന്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർ, ഒരു നേരം മരുന്ന് വാങ്ങാനില്ലാത്തവർ, കിടക്കാൻ ഒരു കൂരയില്ലാത്ത പാവപ്പെട്ടവരുടെ കണ്ണുനീരപ്പുന്ന മക്കളാല്ലോ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു. ഇവനെ നീ കൈവിടല്ലേ അല്ലാ, ഇവനെ നീ കൈവിടല്ലേ അല്ലാ. ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുക്ക്. ഇത് കൊടുത്താ നിനക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അല്ലാഹ് മാറ്റിത്തരും. ഇന്ന് ചിലപ്പോ നീ ഒരു 10 ഇട്ടാ നിന്റെ രോഗം മാറും, ഒരു 50 രൂപ ഇട്ടാ നിന്റെ രോഗം മാറും. പക്ഷെ ഇടൂല, നീ കൈകെട്ടിയിരിക്കും. കിഡ്നി തകർന്നെന്ന് പറയുമ്പോ മാറ്റിവെക്ക 25 എങ്കിൽ 25, വീട് വിറ്റിട്ടാണെങ്കിൽ നീ അതിന് തയ്യാറാകും. നിനക്ക് അല്ലാഹു അങ്ങനെ ഒരു ഗതി തരൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു പടച്ചവൻ ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഐശ്വര്യവും നീ നൽകിയതിൽ മുഴുവനിലും ബർക്കത്ത് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 4 കാര്യം പടന്നയിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയിട്ട് എൻ്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട ഒരു ഗതികേട് അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഒരു 4 കാര്യം ഞാൻ പറഞ്ഞുതരാം ഉസ്താദെ. നിസാരമായ 4 കാര്യങ്ങൾ. ഈ 4 കാര്യം ഇന്നു മുതൽ സൂക്ഷിക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക്. നിനക്ക് അല്ലാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരൂല. കൈപൊക്ക്. മനസ്സുള്ളവൻ പൊക്കിയാൽ മതി, എല്ലാത്തവൻ പൊക്കണ്ട. നിനക്ക് ദാരിദ്ര്യം വേണമെങ്കിൽ നീ പൊക്കാതിരുന്നു ഇൻഷാ അല്ലാഹ്. വേണ്ടവർ കൈപൊക്ക്, വേണ്ടവർ കൈപൊക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസാ. താല്പര്യമുണ്ടോ? എന്താ പെണ്ണുങ്ങളെ വേണോ? നിനക്ക് ബറക്കത്ത് വേണോ? അല്ലാഹു ഒരു കാലത്തും ഒരുത്തന്റെ മുന്നിലും പോയിട്ട് ശരീരം വിറ്റിട്ട് ജീവിക്കേണ്ട ഗതികേട് നിനക്ക് തരൂല. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരു അവസ്ഥ അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആഗ്രഹമുള്ളവർ കൈപൊക്ക്. ഇന്ന് മുതൽ സൂക്ഷിക്കാം. ഇന്ന് മുതൽ താല്പര്യം ഉണ്ടെങ്കിൽ പൊക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ. ചിലപ്പോൾ നീ ഒറ്റ ആമീന്റെ പേരിൽ രക്ഷപ്പെട്ടു പോകും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.